ആളെ കിട്ടി. ആര്? എടാ രേണു ചേച്ചി. പഴയ ടീമാ. കേട്ട കഥ വെച്ച ആള് പൊളിയാ. എടാ നമുക്കിത് വേണോ? ഒന്നോടൊന്ന് ആലോചിച്ചിട്ട് പോരെ. ഒന്നാമത് നമ്മുടെ സമയം വെച്ച് നോക്കുമ്പം ഇതെല്ലാം തിരിച്ച് നമുക്കിട്ട് തന്നെ പണിയായിട്ട് വരും. നീ വെറുതെ മനുഷ്യനെ പേടിപ്പിക്കരുത്. വളരെ പാടുപെട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. സഹകരിക്കൂ പ്ലീസ്. കുഴപ്പമില്ലടാ. ഇല്ല, ഒരു കുഴപ്പമില്ല. എടാ ഒരു മിനിറ്റ്, അമ്മച്ചിടാ. ഹലോ ഹലോ. ആ അമ്മച്ചി, നീ എവിടാടാ? ഞാൻ ഇവിടെ തൊട്ടപ്പുറത്തുണ്ട്. കള്ളുകുടിയാണോടാ? കള്ളുകൂടിയാ? കള്ളുകൂടിയൊന്നുമില്ല, സത്യമായിട്ടും. നീ പോയ കാശിന്റെ കാര്യം എന്തായി? അത് നാളെ അല്ലേ മറ്റന്നാളോ തരാന്നാ പറഞ്ഞേ. നീ കടത്തിലേ ഉള്ളൂ. വിഷമിക്കണ്ടേ, ഞാൻ അങ്ങോട്ട് വരും. അമ്മച്ചി അവിടെ ഇരിക്കും, ഞാൻ ഇപ്പം അങ്ങോട്ട് വരാം. കടത്തിന്റെ പുറത്ത് കടവും കൂടെ ടെൻഷനും. എന്താടാ? എടാ ബാങ്കിൽ നിന്ന് ലോണിന്റെ എന്തോ ജപ്തി നോട്ടീസോ എന്തോ സാധനമൊക്കെ വന്ന് കിടക്കും. ആകപ്പാട് മനുഷ്യന് ഭ്രാന്തോടെ പിടിക്കുന്നു. എനിക്കറിയത്തില്ല എൻ്റെ കർത്താവേ എവിടെ നിന്ന് വിൽക്കുമെന്ന്. എന്നിട്ടാണ് മറ്റവനെ നീ നാറിയ പരിപാടിക്ക് പോകാൻ നിൽക്കുന്നത്? എടാ വേ അതൊന്നും നീ പറയണ്ട കേട്ടോ. നീയൊക്കെ പെണ്ണും കെട്ടി പിള്ളേരുമായി. ബാക്കിയുള്ള 10-32 വയസ്സായി. കണ്ടാ പറയത്തില്ലെങ്കിലും നല്ല പ്രായമുണ്ടാ. നിനക്കറിയോ അമ്മച്ചിയുടെ മുട്ടുവേനയുടെ തയ്യലിപ്പം ഞാനാ തേച്ചോണ്ടിരിക്കുന്നത്. എനിക്കില്ലടാ ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ. ഞാനൊരു മനുഷ്യനല്ലടാ. ഒന്നോടൊന്ന് ആലോചിച്ചിട്ട് പോരെ. അത്യാവശ്യം നല്ലൊരു പേരിപ്പം നിനക്ക് നാട്ടിലുണ്ട്. വെറുതെ അത് കളയണോ? നാട്ടുകാർ തെണ്ടികൾ. എടാ എൻ്റെ പെങ്ങന്മാരുടെ കല്യാണത്തിന് 10 പൈസ തന്ന് സഹായിക്കാത്ത നാറുകളാകുമാർ. എന്നിട്ടും ആ കല്യാണം നല്ല അന്തസ്സായിട്ട് ഞാൻ നടത്തി. ആ കടം തീർത്ത് വന്നപ്പോൾ അമ്മച്ചിയുടെ ഓപ്പറേഷൻ എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും ആകെപ്പാട് കടത്തിലും കടക്കണിയിലുമായി. എന്നിട്ട് ഞാൻ എൻ്റെ അമ്മച്ചിയെ പൊന്നുമല്ലടാ നോക്കുന്നത്. പിന്നെ ചത്തിട്ട് മോള് ചെല്ലുമ്പോൾ അവർ ചോദിക്കും ഇതിനൊക്കെ സമയം ഉണ്ടായിരുന്നല്ലോ, പിന്നെന്താ വേണ്ടതെന്ന് വെച്ചാൽ. ആ പഴി അന്ന് കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പം ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നത്. മനസ്സിലായോ? അവൻ പറഞ്ഞാലും കാര്യമുണ്ട്. അതിനത് കാര്യമാണോ? കളിയല്ലേ? മുന്നോട്ട് വെച്ചാലും മുന്നോട്ട് തന്നെ. എടാ ഞാൻ ഒന്നുകൂടെ പറയുക, നമുക്കിത് വേണ്ട, തിരിച്ചു പോവാം. ഇങ്ങോട്ടൊന്നും പറയണ്ട. ഞാനൊരു കാര്യം പറഞ്ഞ സമയത്ത് സംഭവം നടന്നു. വേണം മക്കളെ. ഇപ്പൊ ഇവന്മാരാണല്ലേ? അയ്യേ ഞാനില്ല. അതെന്തോ ഒരു അയ്യേ, നീ എന്താ ആണല്ലേ? അതല്ലേ ഏട്ടാ, ഇതെന്റെ കൂട്ടുകാരനാ. അവന്റെ കൂടെ വന്നേ ഉള്ളൂ. കാശിന്റെ കാര്യമൊക്കെ അറിയാലോ. പിന്നൊരു കാര്യം, പുള്ളിക്കാരുടെ കെട്ടിയവൻ ഇല്ലാത്ത സമയത്ത് മാത്രമേ കാര്യം നടക്കുള്ളൂ. പുള്ളിക്കാരൻ മീൻ വണ്ടിയിൽ ഓട്ടം പോയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ബാക്കി ഞാൻ നോക്കി കൈകാര്യം ചെയ്തോളൂ. വേറെന്ത് കുഴപ്പം? കാശ് റെഡിയാക്കി വെച്ചോ. എപ്പോഴാണോ വിളിക്കുന്നത് അപ്പം ചെല്ലണം, എന്നാലേ കാര്യം നടക്കുള്ളൂ. അപ്പൊ പിന്നെ ഞാൻ അങ്ങോട്ട്. പിന്നെ നമ്മൾ ഇവിടെ വെച്ച് പറഞ്ഞത് ഇവിടെ വെച്ച് മാത്രം. പുറത്ത് എവിടെ വെച്ച് കണ്ടാലും ഈ ഒരു സംഭവം സംസാരിച്ചിട്ടേ ഇല്ല. പിന്നെ ഇതെന്റെ തൊഴിലൊന്നുമല്ല, ഇവരായിട്ടുള്ള ബന്ധം അങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ആളാ. അപ്പൊ എല്ലാം പറഞ്ഞോളെ. കാശിറേക്ക് വെച്ചോ. അപ്പൊ എല്ലാം പറ്റായില്ലേ? നമുക്ക് സമാധാനം ഇല്ല. ഹലോ, എന്നാടാ? എടാ പുള്ളി വിളിച്ചിട്ടുണ്ടായിരുന്നു. ആളുടെ കെട്ടിയും പോയെന്നു. നിന്റെ അടുത്ത് ഇപ്പൊ തന്നെ ചെല്ലാൻ പറഞ്ഞു. ഞാൻ നമ്പർ തരാം, നീ എന്താന്ന് ചെയ്. ഹലോ ചേച്ചി, ഞാനേ
ചേച്ചി പറഞ്ഞ സ്ഥലത്ത് നിന്നിട്ടുണ്ടായിരുന്നേ, അങ്ങോട്ട് വരാലോ? അതെ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. കുറച്ച് പേടിയുണ്ടേ, ആദ്യമായിട്ടാണേ. ശരി. ചേച്ചി ആരാണെന്ന് നോക്കിയ ചേച്ചി. നീ എവിടെയെങ്കിലും പോയി ഒന്ന് വിളിക്ക്. ഞാനാണോ വിളിക്കാനാ? അപ്പുറത്തെ റൂമിലെങ്ങാനും പോയി വിളിക്ക്, ഞാൻ പോയി നോക്കട്ടെ.